ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വേഗം ചായ കാച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ രാവിലെ കഴിക്കുന്ന ഒരു കട്ടൻ ചായ ഉണ്ടല്ലോ, അതാണ്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് കടിയും കാര്യങ്ങളൊന്നും ഇന്നില്ല കേട്ടോ. പിന്നെ ഇതാ തലേന്ന് ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രീൻ പീസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് വെജിറ്റബിൾ കുറുമ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഗ്രീൻ പീസ് ഇല്ലാത്തതുകൊണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഉരുളക്കിഴങ്ങ് നല്ലപോലെ ചെറുതാക്കിയിട്ട് കട്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് നടുവേ കീറിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാണ്. പിന്നെ ഇതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടി നല്ല രീതിക്ക് ചെറുതാക്കിയിട്ടൊന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 2 കാന്താരി മുളക് കേട്ടോ, പച്ചമുളക് ഇല്ല കേട്ടോ. പിന്നെ ഇതാ ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി കട്ടാക്കി വെച്ചു. ഇതെല്ലാം കൂടി ഞാനിതാ നേരെ നമ്മളെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് കുറുമ തയ്യാറാക്കുന്ന രീതിയാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മൾ കട്ടാക്കിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റോ അല്ലെങ്കിൽ ബീൻസോ പിന്നെ നമ്മുടെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പം നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുക്കർ അടിച്ച് വെച്ചിട്ട് നമ്മളത് വേവിക്കാൻ വേണ്ടിയിട്ടും മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഇനി ഒരു അരപ്പ് റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഞാൻ നമ്മളെ കയ്യിലുള്ള തേങ്ങ ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ തേങ്ങ ചിരകി എടുക്കാം കേട്ടോ. ഞാൻ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലത്തെ ഇറച്ചിമല്ലി ഉണ്ടല്ലോ, നമ്മളെ നാടൻ മല്ലിയാണ് കേട്ടോ. സാധാ മല്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, മല്ലിയില ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം ഗ്രാമ്പൂ അല്ല പട്ടൻ്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മളിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ദോശക്കല്ലൊക്കെ നല്ല പോലെ കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ അതിൽ നല്ല പോലെ എണ്ണ തൂവി കൊടുത്തു. എന്നിട്ട് ഇതാ നമ്മൾ ആദ്യത്തെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തരായി ഒഴിച്ച് കൊടുത്തു എന്നിങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു തരായി പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഒഴിച്ചു, പിന്നെ രണ്ടാമത്തെ തരായി പറയുമ്പോൾ രണ്ടാമത് നമ്മൾ ഒഴിച്ചു എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ഒരു പ്രാവശ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെയാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഡൈമ ലൈഫും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരു 3 കൊല്ലത്തോളമായി ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കണോണ്ട് തന്നെ നമുക്ക് കുക്കിങ്ങും അതിനിടയിൽ കൂടെ വീഡിയോ എടുക്കലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാനിങ്ങും ഉണ്ടാവും, അതിൻ്റെ കൂടെ നമുക്കത് ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ശീലമായതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും തോനെ സമയമൊന്നും എടുക്കൂല കേട്ടോ. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പം നമുക്ക് അത്രത്തോളം വരില്ല. അപ്പം ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്യാൻ കുറേ ടൈപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ മറുപടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഫുള്ള് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഈ ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുക്കറിൽ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് കുക്കറിൽ അത് അവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ മോൻക്ക് ഫുഡ് കൊണ്ടുപോകാനുള്ള ഉപ്പേരി റെഡിയാക്കുകയാണ് കേട്ടോ ഉച്ചയ്ക്കുള്ള. അപ്പോൾ ഇതാ കേബേജിൻ്റെ ഉപ്പേരി ഞാൻ ഒരു പകുതി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കയ്യിൽ തന്നെ വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ ഏകദേശം നമ്മളെ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്ടി എങ്ങനെ സൂക്ഷിച്ച് വെക്കുക, നമ്മളെ ചട്ടി എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും നല്ല രീതിക്ക് തന്നെ ചട്ടിയിൽ നീർദോശ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല പോലെ തന്നെ ഈ ഒരു ഓയിൽ നല്ല പോലെ എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ തന്നെ പിറ്റേന്ന് എടുത്തത് കഴുകി എടുക്കുമ്പോൾ നല്ല ദോശ തന്നെ ചുട്ടെടുക്കാൻ കഴിഞ്ഞ്. അപ്പോൾ ഇതാ ഒരു ചീൻചട്ടി വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചു, ഒരു 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരി പിന്നെ കടുകും ഇട്ടിട്ട് പൊട്ടിച്ചു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട്
പിന്നെ നമ്മൾ കേബേജിലേക്ക് ആദ്യം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഇതും കൂടി നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് ചോറ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ചോറ് വെക്കുക. അപ്പം ഇന്ന് ഇഷു മദ്രസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മദ്രസ് ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് വരും. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡാക്കിയിട്ട് കൊടുത്തേക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉപ്പേരി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ നീർദോശയും പിന്നെ നമ്മളെ കുറുമയായിരുന്നു കേട്ടോ. ഈ കുറുമ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒന്ന് വറവിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.